പ്രിയ ഉദ്യോഗാർത്ഥികളെ, സക്സസ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ സോഷ്യൽ ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ പാഠമായ ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക് എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളമാണ് ഭൂമി. പ്രപഞ്ചത്തിൽ ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഒരേയൊരു ആകാശഗോളമാണ് ഭൂമി. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ജിയോയിഡ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ്. ധ്രുവങ്ങളിൽ അല്പം പരന്നും മധ്യഭാഗം അല്പം തള്ളിയും കാണപ്പെടുന്ന സവിശേഷമായ ആകൃതിയാണ് ജിയോയിഡ്. ഭൂമിയുടെ യഥാർത്ഥ മാതൃകയാണ് ഗ്ലോബ്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശരേഖകൾ. ഭൗമോപരിതലത്തിൽ ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ വൃത്തങ്ങളാണ് അക്ഷാംശരേഖകൾ. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ വൃത്തമാണ് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം എന്നും ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. ഭൂമധ്യരേഖയിൽ നിന്ന് ഇരുവശങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വലിപ്പം കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖയുടെ വടക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ഉത്തരാർദ്ധഗോളം എന്നും ഭൂമധ്യരേഖയ്ക്ക് തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം എന്നും അറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശം ഉത്തരധ്രുവം എന്നും 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശം ദക്ഷിണധ്രുവം എന്നും അറിയപ്പെടുന്നു. 90 ഡിഗ്രി വടക്കുള്ള അക്ഷാംശം ഉത്തരധ്രുവം, 90 ഡിഗ്രി തെക്കുള്ള അക്ഷാംശം ദക്ഷിണധ്രുവം എന്നും അറിയപ്പെടുന്നു. ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. ഉത്തരധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും യോജിപ്പിച്ചുകൊണ്ട് ഭൂമിക്കുള്ളിലൂടെ ഒരു നേർരേഖ സങ്കല്പിച്ചാൽ അതാണ് ഭൂമിയുടെ അച്ചുതണ്ട്. അച്ചുതണ്ടിനെ ആധാരമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. അച്ചുതണ്ടിന് ഭൂമിയുടെ പരിക്രമണ തലത്തിൻ്റെ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിവുണ്ട്. ഭൂമധ്യരേഖ 0 ഡിഗ്രി അക്ഷാംശരേഖ. 0 ഡിഗ്രി അക്ഷാംശരേഖയാണ് ഭൂമധ്യരേഖ. ഉത്തരായന രേഖ 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ. 23.5 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ഉത്തരായന രേഖ. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ദക്ഷിണായന രേഖ. 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖ അറിയപ്പെടുന്നത് ദക്ഷിണായന രേഖ. 66.5 ഡിഗ്രി വടക്ക് അക്ഷാംശരേഖ ആർട്ടിക് വൃത്തം. 66.5 ഡിഗ്രി തെക്ക് അക്ഷാംശരേഖ അന്റാർട്ടിക് വൃത്തം എന്നും അറിയപ്പെടുന്നു. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ. ഒരേ വലിപ്പമുള്ള അർദ്ധവൃത്തങ്ങളാണിവ. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയാണ്. ഭൂമിയിൽ സമയം നിർണ്ണയിക്കുന്നത് രേഖാംശരേഖകളെ അടിസ്ഥാനമാക്കിയാണ്. രേഖാംശരേഖകളുടെ എണ്ണം 360 ആണ്. 0 ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ. 0 ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത് പ്രൈം മെറിഡിയൻ. ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശരേഖയാണ്. ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത് 0 ഡിഗ്രി രേഖാംശരേഖയാണ്. ലണ്ടന് സമീപമുള്ള ഗ്രീനിച്ച് എന്ന സ്ഥലത്തു കൂടി കടന്നു പോകുന്നത് കൊണ്ടാണ് ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നത്. 0 ഡിഗ്രി രേഖാംശരേഖയ്ക്ക് നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശരേഖ. 0 ഡിഗ്രി രേഖാംശരേഖയ്ക്ക് നേരെ എതിർവശത്തുള്ള രേഖയാണ് 180 ഡിഗ്രി രേഖാംശരേഖ.
180 രേഖാംശരേഖ ആധാരമാക്കിയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ വരച്ചിരിക്കുന്നത്. പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളം എന്നും പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. ഗ്രീനിച്ച് രേഖയ്ക്ക് കിഴക്കുള്ള രേഖാംശങ്ങൾ കിഴക്കൻ രേഖാംശങ്ങൾ എന്നും പടിഞ്ഞാറുള്ളവയെ പടിഞ്ഞാറൻ രേഖാംശങ്ങൾ എന്നും വിളിക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകളെ അടിസ്ഥാനമാക്കിയാണ് ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ വസ്തുവിൻ്റെയോ കൃത്യമായ സ്ഥാനം നിർണ്ണയിക്കുന്നത്. പ്രൈം മെറിഡിയനെ ആധാരമാക്കി ഭൂമിയെ കിഴക്കേ അർദ്ധഗോളം എന്നും പടിഞ്ഞാറേ അർദ്ധഗോളം എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നുണ്ട്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നു. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഗ്രാറ്റിക്യൂൾ എന്ന് വിളിക്കുന്നു. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം. ഭൗമോപരിതല സവിശേഷതകളെ ചിത്രീകരിച്ചിട്ടുള്ള ഒരു പരന്ന പ്രതലമാണ് ഭൂപടം. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ. പ്രതലത്തിൻ്റെ ആകൃതിയുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായി തിരിക്കാം: സിലിണ്ട്രിക്കൽ പ്രക്ഷേപം, ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപമാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം. മധ്യ അക്ഷാംശരേഖാ പ്രദേശങ്ങളുടെ ഭൂപട നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപമാണ് കോണിക്കൽ പ്രക്ഷേപം. പൊതുവെ ധ്രുവപ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപമാണ് ശീർഷതല പ്രക്ഷേപം. അപ്പോൾ ഭൂപ്രക്ഷേപങ്ങളെ മൂന്നായി തിരിക്കാം: സിലിണ്ട്രിക്കൽ പ്രക്ഷേപം, ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം. അതിൽ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ കൃത്യതയാർന്ന ഭൂപട ചിത്രീകരണത്തിനായി ഉപയോഗിക്കുന്ന ഭൂപ്രക്ഷേപമാണ് സിലിണ്ട്രിക്കൽ പ്രക്ഷേപം.